ഹലോ ഗുട്ടൻ ടാഗ്. ഇഷ് ഹൈസി ബ്ലെസി ഫോൺ ജോവീസ് പെർഫെക്റ്റ് അക്കാദമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് രണ്ട് കണക്റ്റേഴ്സ് ആണ്. അതായത് രണ്ട് കണക്റ്റർ, ഇംഗ്ലീഷിലെ കണക്റ്റേഴ്സ് എന്ന് പറയും. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉണ്ട്, ഓർഡർ. ഈ രണ്ട് കണക്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഉണ്ടെന്ന് പറഞ്ഞാൽ ആൻഡ് എന്നാണ് അർത്ഥം. അതായത് ഇംഗ്ലീഷിലെ ആൻഡ് എന്നാണ് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർ എന്നാണ് മീനിങ്. അപ്പോൾ എന്താണ് കണക്റ്റേഴ്സ് നോക്കാം. വാട്ട് ഈസ് എ കണക്റ്റർ? എ കണക്റ്റർ ജോയിൻസ് വേർഡ്സ് ഓർ സെൻറ്റൻസസ്. അതായത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളെയോ അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡുകളെയോ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കണക്റ്റർ എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ നേരത്തെ കണ്ട ഉണ്ടും ഓർഡർ എന്ന് പറഞ്ഞതും രണ്ട് കണക്റ്റേഴ്സ് ആണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഹെൽപ്സ് ഐഡിയാസ് ഫ്ലോ ടുഗദർ. അതായത് രണ്ട് സെന്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ആ ഒരു സെന്റൻസിന് ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണക്റ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാവും, രണ്ടും തമ്മിൽ ഒരു ചേർച്ച ഉണ്ടാവും ആ ഒരു കണക്റ്റർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഉണ്ട് എന്താന്ന് നോക്കാം. ഉണ്ടെന്ന് പറഞ്ഞാൽ ആൻഡ് എന്നാണ് മീനിങ്. യൂസ്ഡ് ടു ആഡ് ഇൻഫോർമേഷൻസ്. അതായത് രണ്ട് ഇൻഫോർമേഷൻസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞ ഈ ഒരു കണക്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഇഷ് ഹാബെ ഐനൻ ബ്രൂഡർ und eine Schwester. ഇവിടെ ഐനൻ ബ്രൂഡർ ഉണ്ട്, ഐനെ ഷ്വസ്റ്റർ ഉണ്ട്. അതായത് ബ്രൂഡർ എന്ന് പറഞ്ഞാൽ ബ്രദർ എന്നാണ് മീനിങ്, ഷ്വസ്റ്റർ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ. ഈ ബ്രദറും സിസ്റ്ററും എനിക്ക് രണ്ടുപേരും ഉണ്ട്. അപ്പൊ രണ്ടും ഇൻഫോർമേഷൻസ്, രണ്ടു പേരിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണക്റ്റർ യൂസ് ചെയ്തത്. ഇനി ഇതിന്റെ വേർഡ് ഓർഡറിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് എഴുതി, പിന്നെ വെർബ് എഴുതി, പിന്നെ രണ്ട് ഒബ്ജക്റ്റ് ആയിട്ട് ഐനൻ ബ്രൂഡറും ഐനെ ഷ്വസ്റ്ററും ഉണ്ട്. ഇത് രണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണക്റ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു സെന്റൻസ് നോക്കാം. സി ലീസ്റ്റ് und schreibt. അതായത് ഇവിടെ ലീസ്റ്റ്, ലേസൺ എന്ന് പറഞ്ഞ വെർബും ഉണ്ട്, ഷ്രൈബൻ എന്ന് പറഞ്ഞ വെർബും ഉണ്ട്. രണ്ട് വെർബുകളെയാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ രണ്ട് പേഴ്സൺ ഐനൻ ബ്രൂഡറും ഐനെ ഷ്വസ്റ്റർ ആയിരുന്നു കണക്ട് ചെയ്തത്. ഇവിടേക്ക് വരുമ്പോൾ രണ്ട് വെർബിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണക്റ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റ് എഴുതി, പിന്നെ സെക്കൻഡ് പൊസിഷനിലാണ് വെർബ് വരണ്ടേ. അത് നോർമലി അങ്ങനെ തന്നെ എഴുതി, ഉണ്ടെന്ന് പറഞ്ഞ് കണക്റ്റർ ഇട്ടു. അതിനുശേഷവും വെർബ് തന്നെ ആയതുകൊണ്ട് സെയിം വെർബ് അപ്പുറത്തും ഇപ്പുറത്തും എഴുതിയിട്ടാണ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞ് കണക്റ്റർ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു സെന്റൻസ് നോക്കാം. ടോം und അന്ന സിൻഡ് ഫ്രോയിൻ്റെ. ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ടോം എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റും അന്ന എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റും. ഈ രണ്ട് സബ്ജക്റ്റുകളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണക്റ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് സിൻഡ് എന്ന് പറഞ്ഞ വെർബ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ രണ്ട് പേരുള്ളത് കൊണ്ട് തന്നെ ഇത് പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ സിൻഡ് എടുത്തിരിക്കുന്നത്. ടോം എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റും ഉണ്ട്, അന്ന എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റും ഉണ്ട്. അപ്പൊ രണ്ടുപേരായതുകൊണ്ട് സിൻഡ് എന്ന് പറഞ്ഞ യൂസ് ചെയ്തു. ദെൻ ഫ്രോയിൻ്റെ, അന്നയും ടോമും ഫ്രണ്ട്സ് ആണെന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഇനി ദ സ്വെറ്റർ ഇസ് കാൾഡ് und windish. കാലാവസ്ഥ തണുപ്പുമാണ്, അതുപോലെ തന്നെ കാറ്റുള്ളതാണ്. അപ്പൊ രണ്ടും തണുപ്പുമാണ് കാറ്റുള്ളതാണ്, അത് രണ്ടും ഒരു അഡ്ജക്റ്റീവ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് അഡ്ജക്റ്റീവുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടെന്ന് പറഞ്ഞുള്ള ആ ഒരു കണക്റ്റർ യൂസ് ചെയ്തത്. അപ്പൊ ദ സ്വെറ്റർ കഴിഞ്ഞു സബ്ജക്റ്റ് എഴുതി, ദെൻ വെർബ് ഇട്ടു. രണ്ട് അഡ്ജക്റ്റീവുകളായതുകൊണ്ട് അതിന്റെ നടുക്കാണ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു കണക്റ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു സെന്റൻസ് നോക്കുകയാണെങ്കിൽ അതൊരു ലോങ് സെന്റൻസ് ആണ്. രണ്ടും ഡിഫറെന്റ് സബ്ജക്റ്റും ആണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് വെർബും ആണ്. അപ്പൊ അതെന്താ നോക്കാം. Ich mache meine Hausaufgabe und meine Schwester hört Musik in ihrem Zimmer. അതായത് ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യുന്നു, എൻ്റെ സിസ്റ്റർ അവളുടെ റൂമിൽ ഇരുന്നിട്ട് മ്യൂസിക് കേൾക്കുന്നു. അതാണ് ആ ഒരു സെന്റൻസിന്റെ മീനിങ്. രണ്ടും ഡിഫറെന്റ് സബ്ജക്റ്റ് ആണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് പ്രവൃത്തികളാണ് രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഹോംവർക്ക് ചെയ്യാണ്, അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റർ മ്യൂസിക് കേൾക്കാണ്. അപ്പൊ രണ്ട് സെന്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു കണക്റ്റർ യൂസ് ചെയ്തു. അതിനുശേഷം മൈനെ ഷ്വസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റ് ആണ് എഴുതിയത്. ദെൻ സെക്കൻഡ് പൊസിഷനിൽ ഹ്യോർട്ട്, ഹ്യോറൻ എന്ന് പറഞ്ഞ വെർബിനെ കോൺജുഗേറ്റ് ചെയ്തിട്ട് ഹ്യോർട്ട് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കാം. അപ്പൊ ഇതിന്റെ വേർഡ് ഓർഡർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റ്, ദെൻ വെർബ് കൊടുത്തു, പിന്നെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള മൈനെ ഹൗസ് ഓഫ് ഗാബെ കൊടുത്തു. ദെൻ ഉണ്ട് ഇട്ടിട്ട് ആ ഒരു സെന്റൻസിനെ സെപ്പറേറ്റ് ചെയ്തു ഉണ്ട് വെച്ചിട്ട് അതിനുശേഷം സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ആ ഒരു വേർഡ് ഓർഡർ തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത, ഈ ഒരു കണക്റ്റർ നമ്മൾ കോം ഇട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ രണ്ട് സെന്റൻസ് വന്നെങ്കിലും നമ്മൾ ആ സെന്റൻസിനെ കോം ഇട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം
ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണക്ടർ മാത്രം നമ്മൾ എഴുതിയാൽ മതിയോ? ഇനി അടുത്തൊരു കണക്ടർ നോക്കാം, ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർ എന്നാണ് മീനിങ് വരുന്നത്. ഒരു ചോയ്സ് പറയുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കണക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. മ്യോസ്റ്റസ്റ്റ് ദു ടേ ഓർഡർ കഫേ. നിങ്ങൾക്ക് ചായ വേണോ അല്ലെങ്കിൽ കാപ്പി വേണോ എന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വെർബ് നമ്മൾ ഫസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടേ ഓർഡർ കഫേ, ഒന്നില്ലെങ്കിൽ ടേ അല്ലെങ്കിൽ കഫേ. നേരത്തെ ഉണ്ട് പറഞ്ഞ സമയത്ത് രണ്ടും ഉണ്ടായിരുന്നു, ആൻഡ് എന്നുള്ള മീനിങ് ആണ് വന്നിരുന്നത്. അപ്പം രണ്ടും ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ചോയ്സ് ആയിരിക്കണം, ഏതെങ്കിലും ഒന്നേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണക്ടർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. വിയർ ഫാരൻ നിറ്റിതയും ബുസ് ഓർഡർ നിറ്റിതയും സുഖ്. ഞങ്ങള് ബസ്സോ അല്ലെങ്കിൽ ട്രെയിൻ വഴിയോ പോകും. അപ്പൊ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അടുത്ത സെന്റൻസ് നോക്കാം. ഇഷ് ലേസെ ഐൻ ബുഹ് ഓർഡർ ഷൗവെ ഐനൻ ഫിലിം. ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് സെന്റൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് രണ്ട് വെർബുകളാണ്, ലേസൻ എന്ന് പറഞ്ഞതും സേ എന്ന് പറഞ്ഞതും, ഷൗ എന്ന് പറഞ്ഞതും. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഷ്ലേസെ ഐൻ ബുക്ക്, ഞാൻ ബുക്ക് വായിക്കുന്നു. ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഷൗവെ ഐനൻ ഫിലിം, അതായത് ഞാനൊരു സിനിമ കാണുന്നു. രണ്ടിലും സെയിം സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്, ഇഷ് എന്നാണ് രണ്ടിലും വന്നിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് സെന്റൻസിൽ റിപ്പീറ്റ് ചെയ്യാതെ വെർബ് നമ്മൾ ഫസ്റ്റ് വെച്ച് തുടങ്ങിയത്. ഇവിടെ ഇഷ് എന്ന് പറഞ്ഞതാണ് ഇവിടെയും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിന്റെ സ്ഥലത്ത് ഇഷ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ എഴുതാം. അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഷൗവെ എന്ന് പറഞ്ഞിട്ട് വെർബ് വെച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ മീനിങ് ഞാൻ ഒരു ബുക്ക് വായിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു സിനിമ കാണുന്നോ ചെയ്യുന്നു. ഇനി അടുത്ത സെന്റൻസ്. ഇഷ് കൊഹെ ഹൊയ്റ്റെ ഓർഡർ മൈനെ മുട്ടർ ബെസ്റ്റൽറ്റ് എസൻ. അതായത് ഞാനിന്ന് പാചകം ചെയ്യും അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇന്ന് ഫുഡ് ഓർഡർ ചെയ്യും. ബെസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഓർഡർ എന്നാണ് മീനിങ്. അപ്പം എസൻ ഫുഡ് ഓർഡർ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഞാനിന്ന് കുക്ക് ചെയ്യുകയോ ചെയ്യും. അപ്പം ഏതെങ്കിലും ഒരെണ്ണായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ഇനി അടുത്ത സെന്റൻസ്. എർമാഹ് സൈനെ ഹൗസ് ഓഫ് ഗാബൻ ഓർഡർ സ്പീൽഡ് കമ്പ്യൂട്ടർ. അതായത് ഇവിടെ മാഹ് എന്ന് പറഞ്ഞ വെർബുണ്ട്, സ്പീൽ എന്ന് പറഞ്ഞ വെർബുണ്ട്, രണ്ട് വെർബുണ്ട്. സെയിം സബ്ജക്റ്റ് എർ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതില്ല. പകരം സ്പീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെർബ് വെച്ചിട്ട് നമ്മൾ എർ അനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിട്ടാണ് എഴുതുക. ഇവിടേക്ക് വരുമ്പോൾ ഇഷ് കൊഹെ ഹൊയ്റ്റെ, ഇവിടെ സബ്ജക്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, മൈനെ മുട്ടർ ഉണ്ടായിരുന്നു, രണ്ട് സബ്ജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആ ഒരു വേർഡ് ഓർഡർ തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്യാനുള്ള റീസൺ. ഇവിടെ വരുമ്പോൾ വീണ്ടും സബ്ജക്റ്റ് എഴുതണ്ടാത്തത് എറർ തന്നെയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം രണ്ടും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടും ഓർഡറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് രണ്ട് സംഭവങ്ങളും ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജർമ്മല്ല ഉണ്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഓർഡർ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ചോയ്സ് ആയിരിക്കും, ഏതെങ്കിലും ഒന്നായിരിക്കും അവിടെ നടക്കുന്നത്. അപ്പോൾ രണ്ടിലും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ടിലും കോമ ഇട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു കണക്ടർ ഇട്ട് മാത്രം എഴുതിയാൽ മതി, കോമ ഇടരുതെന്ന് നിർബന്ധമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെന്റ്സിലൂടെ അറിയിക്കുക. താങ്ക് യു.